പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ നാട്ടുകൽ എന്ന പ്രദേശത്തുള്ള മക്കാമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സെല്ലു പൊന്നാനി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടുകൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട അബു ഇസാഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ ഈ മഹാന്റെ പേരിൽ പല ആളുകൾക്കും വ്യത്യസ്ത തരം അഭിപ്രായമുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പേരായ അബു ഇസാഖ് റളിയല്ലാഹു അൻഹു എന്ന പേരാണ് പഴമക്കാരായ ആളുകൾ കൂടുതലും പറയുന്നത്. ഈ പ്രദേശത്തിന് നാട്ടുകൽ എന്ന് പേര് വരാൻ കാരണം ഈ മക്കാമിന്റെ ഉള്ളിൽ വളർന്നു നിൽക്കുന്ന മീസാൻ കല്ല് കാരണമാണ്. ഒരുപാട് പണ്ഡിതന്മാർ പല അറബ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് താമസിക്കും, അവിടെ ദീൻ പ്രചരിപ്പിക്കും. ഒരുപാട് പേർ കേരളത്തിന്റെ പല ഭാഗത്തും, എന്നാൽ ചില പണ്ഡിതന്മാർ ദീൻ പ്രചരിപ്പിച്ച സ്ഥലത്ത് തന്നെയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബു ഇസാഖ് റളിയല്ലാഹു അൻഹു. ഈ മക്കാമിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈ മക്കാമിൽ വലിയൊരു കല്ല് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ കല്ല് ഒരു മീസാൻ കല്ല്. ഏകദേശം 13 അടി ഉയരമുള്ള ഈ കല്ലിൽ ഒരു സൂഫി വരി ഇവിടെ വരികയും പിന്നീട് ഈ മീസാൻ കല്ല് അടിച്ചതിന് ശേഷം ഇനി മതി വളർന്നത് എന്ന് പറയുകയും ഈ മീസാൻ കല്ലിന്റെ ഒരു ഭാഗം അടർന്നു വീഴുകയുമായിരുന്നു എന്നാണ് ചരിത്രം. ഇവിടെ വന്ന് ഈ മീസാൻ കല്ലിൽ അടിച്ച സൂഫി വര്യൻ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളാണ് എന്നും പറയപ്പെടുന്നു. ഇതിൽ നിന്ന് അടർന്നു വീണ മീസാൻ കല്ലിന്റെ ഒരു ഭാഗം ഈ മക്കാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റോഡിന്റെ വികസനാവശ്യാർത്ഥം ആ കല്ല് അവിടെ കൊണ്ട് ഇടുകയായിരുന്നു. സൂഫി വരെ ഈ മീസാൻ കല്ല് അടിച്ചതിന് ശേഷം പിന്നീട് ഈ കല്ല് വളർന്നിട്ടില്ല. മഹാനായ അബു ഇസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ ഒരു കാരണമായിരുന്നു ഇവിടെയുള്ള മീസാൻ കല്ലിന്റെ വളർച്ച. ബ്രിട്ടീഷുകാർ വിളിക്കുന്ന മലബാർ കലാപവുമായി ബന്ധമുണ്ട് ഈ നാട്ടുകൽ പ്രദേശത്തിന്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന കല്ലിന്റെ വലിപ്പം നോക്കിയല്ല, മറിച്ച് ഇവിടെ കിടക്കുന്ന മഹാന്റെ വലിപ്പം മനസ്സിലാക്കിയാണ് ഇവിടേക്ക് പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ സിയാറത്തിന് വേണ്ടി വരുന്നത്. ഈ മഹാനെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പല ആളുകൾക്കും അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.